കൊല്ലം പത്തനാപുരത്ത് സെന്റ് സ്റ്റീഫൻസ് കോൺവെന്റിൽ കന്യാസ്ത്രീയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയിരിക്കുന്നു. 12 വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്ന സിസ്റ്റർ സൂസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺവെന്റിന് സമീപത്ത് തന്നെയുള്ള കിണറാണ്. ആ വഴിയിലുടനീളം ചോരപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ കോൺവെന്റിൽ നിന്ന് മൃതദേഹം ഉള്ള സ്ഥലത്ത് ആണ് പോലീസ് എന്തായാലും എത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തതാണ് എന്ന് പറയുന്നു. എന്തായാലും അല്പം മുമ്പാണ് ഇവരുടെ മൃതദേഹം ഈ രീതിയിൽ കിണറിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആസിഫ് മുഹമ്മദ് വിവരങ്ങളുമായി. ആസിഫ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സായി, ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ചില അസ്വാഭാവികമായ ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട് എന്ന് പോലീസിനെ പറയുന്നു. കാരണം ഈ തൂണിൽ, അതായത് കിണറിന്റെ തൂണിലടക്കം ചോരപ്പാടുകൾ ഉണ്ട്. അത് ഇപ്പോൾ നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. കിണറിന്റെ തൂണിലടക്കം വലിയ രീതിയിലുള്ള ചോരപ്പാടുകളുണ്ട്. മാത്രമല്ല കോൺവെന്റിൽ നിന്ന് കിണറിലേക്കുള്ള വഴി, ആ വഴിയിലും ചോരയും ചോരപ്പാടുകളും വ്യക്തമാണ്. എന്തായാലും രാവിലെയാണ് കന്യാസ്ത്രീയെ ഈ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണറും കോൺവെന്റും തമ്മിൽ 50 മീറ്ററോളം മാത്രമുള്ള ഒരു ദൂരപരിധി മാത്രമാണ് ഉള്ളത്. മൗണ്ട് തബോറ ദയറ കോൺവെന്റ് എന്നാണ് ഈ കോൺവെന്റിന്റെ പേര്. ഈ കോൺവെന്റിലെ അന്തേവാസിയായ ഈ സൂസൻ മാത്യു എന്ന 54 വയസ്സുള്ള ഈ സിസ്റ്റർ സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ അധ്യാപികയുമായിരുന്നു. 12 വർഷമായി ഈ സ്കൂളിൽ അധ്യാപകയായി ജോലി ചെയ്യുകയായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിലടക്കം സജീവമായി പങ്കെടുത്ത ഒരു സിസ്റ്റർ കൂടിയാണ് ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്